അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉല്ലാഹിൽ ഹസ്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളിൽ നിന്ന് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന തിരുനാമം അൽ മുഅ്മിൻ എന്നതാണ്. വിശ്വാസം കൊണ്ട് സൃഷ്ടികൾക്ക് നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു എന്നതാണ് അൽ മുഅ്മിൻ അർത്ഥമാക്കുന്നത്. ഇമാം ഖത്താദ റഹിമഹുല്ലാ പറയുന്നു, അള്ളാഹു ഹക്കുൻ, അള്ളാഹുവാണ് സത്യം എന്നതിനെ പറ്റിയുള്ള നിർഭയത്വത്തിൻ്റെ ഉറപ്പ് അടിമകൾക്ക് നൽകുന്നവൻ എന്നതാണ് അൽ മുഅ്മിൻ അർത്ഥമാക്കുന്നത്. വിശ്വാസികൾക്ക് അവരുടെ ഈമാനിലുള്ള ഉറപ്പാണ് അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുന്നത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അൽ മുഅ്മിൻ എന്ന പദത്തിന് നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്: അള്ളാഹു അവൻ്റെ റുസുലുകളെ കൊണ്ട് സത്യപ്പെടുത്തുന്നു, അവരിലൂടെ മുഅ്ജിസാത്തുകൾ വെളിപ്പെടുത്തി ജനങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ഉറപ്പ് നൽകുന്നു. വിശ്വാസികൾക്ക് അവരുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവർക്ക് നിർഭയത്വം പകർന്നു നൽകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മുഅ്മിൻ അർത്ഥമാക്കുന്നത് സൃഷ്ടികൾക്ക് അമ്ന് നൽകുന്നവൻ എന്നതാണ്. അഥവാ അക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും സൃഷ്ടികൾക്ക് നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഇപ്രകാരം കാണാം: ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. നീ ചോദിക്കുക, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ഒരുവന്റെ കൈവശത്തിലാണ്, അവൻ അഭയം നൽകുന്നു, അവനെതിരെ അഭയം ലഭിക്കുകയില്ല. അങ്ങനെയുള്ളവൻ ആരാണ്? നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയൂ. തൻ്റെ ദാസന്മാർക്ക് അന്ത്യനാളിൽ യാതൊരുവിധ അന്യായവും അക്രമവും അള്ളാഹുവിൽ നിന്നും ഭവിക്കുകയില്ല എന്നറിയിക്കുന്ന ഒരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം നിവേദനം ചെയ്തിട്ടുണ്ട്. അതിപ്രകാരമാണ്: ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പമായിരുന്നു. അപ്പോൾ തിരുമേനി പുഞ്ചിരി തൂകി. തിരുമേനി ചോദിച്ചു, എന്തിനാണ് ഞാൻ ചിരിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് കൂടുതൽ അറിയുന്നവൻ. തിരുമേനി പറഞ്ഞു, രക്ഷിതാവ് തൻ്റെ ദാസനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ദാസൻ പറയും, രക്ഷിതാവേ, അനീതിയെ സംബന്ധിച്ച് നീ എനിക്ക് നിർഭയത്വമേകിയിട്ടില്ലേ? അള്ളാഹു പറയും, അതെ. ദാസന്മാർക്കിടയിൽ സമാധാനം പ്രചരിപ്പിക്കുന്നവനും നിർഭയത്വം നൽകുന്നവനുമാണ് അൽ മുഅ്മിനായ അള്ളാഹു. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിന് പകരം നിർഭയത്വം നൽകുകയും ചെയ്തവനെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹശറിലെ ഒരൊറ്റ തവണ മാത്രമാണ് അള്ളാഹുവിന് അൽ മുഅ്മിൻ എന്ന തിരുനാമം വന്നിട്ടുള്ളത്. അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക് പരാജയമില്ല, എല്ലാ തുറകളിലും അവർക്ക് നിർഭയത്വമാണ് എന്ന ആശ്വാസമാണ് അൽ മുഅ്മിൻ എന്ന തിരുനാമം നമുക്ക് പകർന്നു നൽകുന്നത്. അതെ, ഒരു വിശ്വാസിയുടെ വിശ്വാസവും കർമ്മങ്ങളും ഒരിക്കലും തന്നെ നഷ്ടം സംഭവിക്കാത്തതാണ്. അടിമ അള്ളാഹുവിനെ ഏകനാക്കുകയും അവനിൽ തവക്കുൽ ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവന് നിർഭയത്വം ലഭ്യമാകുന്നത്. അക്രമങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും ഇഹത്തിലും പരത്തിലുമുള്ള ശിക്ഷകളിൽ നിന്നും തൻ്റെ അടിമകൾക്ക് സുരക്ഷ നൽകിക്കൊണ്ട് അവർക്ക് നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു എന്ന അതിവിശാലമായ ആശയത്തെയാണ് അൽ മുഅ്മിൻ ഉൾക്കൊള്ളുന്നത്. വിശ്വാസത്തിൽ കടുകുമണിയോളമെങ്കിലും സംശയം കലർന്നു പോയാൽ അവനിലെ നിർഭയത്വം നീങ്ങിപ്പോവുകയും ഭയവും ആശങ്കയും നിറഞ്ഞ ജീവിതം അവന് പകരം ലഭിക്കുകയും ചെയ്യും. ശിക്ഷകളിൽ നിന്നും ഭയപ്പാടുകളിൽ നിന്നും അള്ളാഹുവിങ്കിൽ നിന്നും അഭയം ലഭിച്ചിട്ടില്ലെങ്കിൽ മറ്റെവിടെ നിന്നും നമുക്ക് അഭയം ലഭിക്കുകയില്ലല്ലോ. അള്ളാഹു പറയുന്നു, ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ ഔ റഹിമനാ ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, എന്നെയും എന്നോടൊപ്പമുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളോടവൻ കരുണ കാണിക്കുകയോ ചെയ്താൽ വേദനയേറിയ ശിക്ഷയിൽ നിന്നും സത്യനിഷേധികളെ രക്ഷിക്കുവാനാരുണ്ട്? കരുത്തുറ്റ വിശ്വാസത്തിൻ്റെ ഉടമകളായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും ഉയർത്തുമാറാവട്ടെ.